രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും നാഥനില്ലാതെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ്. എന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിയമനത്തിൽ സമ്മർദ്ദ തന്ത്രവുമായി മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വന്തം നോമിനിയെ നിയമിച്ചില്ല എങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ഭീഷണി. വിശാല ഐ ഗ്രൂപ്പിൽ നിന്ന് രമേശ് ചെന്നിത്തല ഗ്രൂപ്പിലേക്ക് ചുരുങ്ങിയത് രമേശ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് വേണ്ടിയാണ് സമ്മർദ്ദമുയർത്തുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കേണ്ടത് സ്വാഭാവിക നീതിയാണ് എന്ന വാദം ഉയർത്തിയാണ് സമ്മർദ്ദം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിയമിച്ചില്ല എങ്കിൽ അബിൻ വർക്കിയെ കൊണ്ട് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പദവി രാജിവെപ്പിക്കുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ഭീഷണി. ഒപ്പം നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ പരസ്യമായി പ്രതികരിക്കുമെന്നും രമേശ് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ അബിൻ വർക്കിയാണെന്നാണ് ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും നയിക്കുന്ന എ ഗ്രൂപ്പിന്റെ നിഗമനം. ആരോപണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അബിൻ വർക്കിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് രൂക്ഷമായ വിമർശനം നടന്നിരുന്നു. ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പേട് ചിത്രം വെച്ച പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു എ ഗ്രൂപ്പ് പ്രതിനിധികൾ അബിൻ വർക്കിയെ വിമർശിച്ചത്. രാഹുലിനെ വീഴ്ത്താൻ അണിയറയിൽ പ്രവർത്തിച്ച അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് ഷാഫി പറമ്പിലും അനുയായികളും വ്യക്തമാക്കിയിട്ടുണ്ട്. KSU മുൻ സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്തിന്റെ പേരാണ് ഷാഫി പറമ്പിലും എ ഗ്രൂപ്പും മുന്നോട്ട് വയ്ക്കുന്നത്. അഭിജിത്തിനെ നിയമിക്കുന്നില്ല എങ്കിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിലുള്ള OK ജനീഷിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കണമെന്നും എ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് ജനീഷ്. ഷാഫി പറമ്പിലിന്റെ വിശ്വസ്ത അനുയായിയാണെന്നതാണ് എ ഗ്രൂപ്പ് ജനീഷിനെ പിന്തുണയ്ക്കുന്നതിന്റെ പ്രധാന കാരണം. വസ്തുത അതായിരിക്കെ അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിനല്ല രമേശ് ചെന്നിത്തല സമ്മർദ്ദം ചെലുത്തുന്നതെന്ന ആക്ഷേപവുമുണ്ട്. രമേശ് ചെന്നിത്തലയുടെ നിയോജക മണ്ഡലമായ ഹരിപ്പാട് നിന്നുള്ള ബിനു ചുള്ളിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുന്നതിന് തടയുന്നതിന് വേണ്ടിയാണ് രമേശ് ചെന്നിത്തലയുടെ സമ്മർദ്ദമെന്നാണ് ഒരു സൂചന. ജനകീയനായ ബിനു ചുള്ളിയിൽ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്നത് തടയുന്നതിന് വേണ്ടിയാണ് നീക്കമെന്നും ആക്ഷേപമുണ്ട്. ഹരിപ്പാട് സ്വദേശിയായ ബി ബാബു പ്രസാദിനെ മാറ്റി നിർത്തിയാണ് മാവേലിക്കര സ്വദേശിയായ രമേശ് ചെന്നിത്തല 2011 സീറ്റ് കൈവശപ്പെടുത്തിയത്. ഹരിപ്പാട്ടെ സ്വന്തം ബൂത്തിലെ വോട്ടറായി ബിനു ചുള്ളിയേലിനെ വെട്ടാൻ ലക്ഷ്യമിട്ടുള്ള ചെന്നിത്തലയുടെ നീക്കത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ എതിർപ്പുണ്ട്. സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യത്തിൽ KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന നേതാവാണ് ബിനു ചുള്ളിയേൽ. ഇതും ബിനുവിനോടുള്ള രമേശ് ചെന്നിത്തലയുടെ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. KC വേണുഗോപാൽ ഗ്രൂപ്പിന്റെ കേരളത്തിലെ പരമോന്നത നേതാവായ AP അനിൽകുമാറിന്റെ പമ്മിക്കളിയും ചെന്നിത്തലയ്ക്ക് ഗുണകരമാകുന്നുണ്ട്. KC ഗ്രൂപ്പ് പിന്തുണയ്ക്കുന്നത് ബിനു ചുള്ളിയേലിനെയാണെന്ന് പറയാൻ AP അനിൽകുമാർ മുന്നോട്ട് വന്നിട്ടില്ല. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരോട് ഗ്രൂപ്പിന് അതീതമായ സൗഹൃദം പുലർത്തുന്നത് കൊണ്ടാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വന്തം ഗ്രൂപ്പിന്റെ താല്പര്യം മറന്നുകൊണ്ട് പമ്മിക്കളി നടത്താൻ AP അനിൽകുമാർ തയ്യാറാകുന്നത് എന്നാണ് മറ്റൊരു വിമർശനം. പേര് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ഷാഫിയുടെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെയും താല്പര്യങ്ങൾക്ക് എതിരാകുമോ എന്ന ആശങ്കയിലാണ് AP അനിൽകുമാർ മൗനം പാലിക്കുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അനിൽകുമാറിന്റെ ഷാഫി രാഹുൽ വാത്സല്യം KC വേണുഗോപാൽ ഗ്രൂപ്പിന് വിനയായിരുന്നു. യൂത്ത് കോൺഗ്രസിൽ ഗ്രൂപ്പ് ഭേദമന്യേ സ്വീകാര്യതയുള്ള ബിനു ചുള്ളിയേലിനെ മത്സരിക്കാൻ പോലും അനുവദിക്കാതെയാണ് അന്ന് AP അനിൽകുമാർ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വഴിയൊരുക്കിയത്. അനിൽകുമാറിന്റെ ഈ കളി മൂലമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തയാൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെന്നിത്തല വിഭാഗവും ഷാഫി വിഭാഗവും ബിനു ചുള്ളിയേലിന്റെ കടന്നുവരവിനെ എതിർക്കുന്നത്. രാഹുലിന്റെ ഒഴിവിലേക്ക് നടക്കുന്ന പുതിയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും AP അനിൽകുമാർ ഇതേ കളി തന്നെ തുടരുന്നതിൽ KC വേണുഗോപാൽ ഗ്രൂപ്പിൽ തന്നെ എതിർപ്പുണ്ട്. ലൈംഗികാരോപണത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിയുകയാണ്. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാരിന് എതിരെയുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ കുന്തമുനയാകേണ്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞുകിടന്നിട്ടും നേതൃത്വത്തിന് ഒരു ചൂടുമില്ല. നേതാക്കൾ വ്യക്തി താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങളിൽ താല്പര്യമില്ലാത്തത് താഴെത്തട്ടിലുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ഞെട്ടിച്ചിട്ടുണ്ട്. 10 കൊല്ലമായി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കോൺഗ്രസും UDF ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ എന്ന് പോലും പ്രവർത്തകർക്ക് ആശങ്കയുമുണ്ട്.